ജില്ലാ വാർത്തകൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണസ്തംഭനമാണെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും വി.ഡി. സതീശൻ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. കേരള മുസ്ലിം ജമാഅത്തും മർക്കസും ചേർന്ന് നടത്തിയ രാജ്യാന്തര മിലാദ് കോൺഫറൻസ് കോഴിക്കോട്ട്. സ്കൂൾ ഏകീകരണത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ ഭരണസ്തംഭനമാണെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു. ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത്. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നലെ ചേർന്ന UDF യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ. ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണപരാജയം കൂടി ഗവൺമെന്റ് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുക. ചെക്ക് പോലും മാറുന്നില്ല. 5 ലക്ഷം രൂപയുടെ മീതെ ചെക്ക് മാറുന്നില്ല. മന്ത്രിമാര് വെറുതെ വന്ന് മന്ത്രിസഭാ യോഗം കൂടിയിട്ട് പോവുക. ഭരിക്കാൻ പറ്റുന്നില്ല. ഗവേണൻസ് നടക്കുന്നില്ല. ഭരണം നടക്കുന്നില്ല. കേരളത്തിലെ പൊതുജനാരോഗ്യ അപകടത്തിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു. മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല. KSRTC തകർന്നു. KSEB ഒരു കൊല്ലം 2 പ്രാവശ്യം ചാർജ് കൂട്ടി വീണ്ടും ചാർജ് കൂട്ടാൻ പോകും. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കനത്ത പ്രതിസന്ധിയിലൂടെ. ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു. വെൽഫെയർ ആക്ടിവിറ്റീസ് തകർന്നു. കാരുണ്യ സംവിധാനം, ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങൾ തകർന്നു. തികഞ്ഞ ഭരണപരാജയമാണ് സർക്കാരിന്. ഈ ഭരണപരാജയത്തിന്റെ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി UDF തെരുവിലിറങ്ങിയാണ്. ഇതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിന്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും. 8-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും കേരളത്തിലെ 13 ജില്ലാ ആസ്ഥാനങ്ങളിൽ UDF-ന്റെ വൻ പ്രതിഷേധ പരിപാടികൾ വരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തനിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. CPM സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും LDF-നെയും അപകീർത്തിപ്പെടുത്താനാണ് CPM-ന്റെ തന്നെ MLA ആയിട്ടുള്ള അൻവർ ശ്രമിച്ചത്. എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളല്ല സർക്കാരിനെതിരെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. PV അൻവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെതിരായ മാനനഷ്ട കേസ് കൊടുക്കാൻ ഈ നേതാക്കൾ ആരും, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഈ നേതാക്കൾ ആരും തയ്യാറാവുന്നില്ല? അദ്ദേഹം ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണല്ലോ. ഇതങ്ങനെ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്യാനുള്ള പ്രശ്നമാണ് അൻവർ ഉന്നയിച്ചത്. നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ കാണുന്നത്.
ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ ആര് സഹായിക്കുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അൻവർ. ജനങ്ങൾ വിശ്വസിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 കൊല്ലം ജയിലിലായിരുന്നു ഇതേ കേസിൽ. ഇപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്നതെന്നാണ് CPM-ന്റെ MLA പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ്. തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു കേവലമായ മറുപടിയിലൂടെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. ആരോപണം അപകീർത്തികരമാണെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കൂൾ ഏകീകരണത്തിനെതിരെ സമര പ്രഖ്യാപനം നടത്തുമെന്ന് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വ്യാപകമായിട്ടുള്ള ദൂരവ്യാപകമായ ആഘാതം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അതിന്റെ ആദ്യത്തെ പകർപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ കോപ്പി കരട് കൊടുക്കുകയും തുടർന്ന് വർഷങ്ങളോളം കാത്തുനിന്നതിന് ശേഷം രണ്ടാമത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് റിപ്പോർട്ടുകളും വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കിട്ടുകയല്ലാതെ കേരളത്തിലെ അംഗീകൃതമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനകൾക്കോ അധ്യാപക സംഘടനകൾക്കോ പ്രതിപക്ഷ നേതാവിനോ അല്ല പ്രതിപക്ഷത്തിനോടും കൊടുത്തില്ല എന്നതാണ് അതിന്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ള വസ്തുത. സർക്കാർ പറയുകയാണ് ഈ വർഷം മുതൽ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പൊതുവിദ്യാഭ്യാസ ഏകീകരണത്തിനെതിരെ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സെപ്റ്റംബർ 28 ശനിയാഴ്ച കോഴിക്കോട്ട് സമര പ്രഖ്യാപന കൺവെൻഷനും സെമിനാറും സംഘടിപ്പിക്കും. നളന്ദ ഓഡിറ്റോറിയത്തിൽ മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ സമര പ്രഖ്യാപന കൺവെൻഷനും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന സ്കൂൾ ഏകീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന സെമിനാർ MK രാഘവൻ MP-യും ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനിൽ FHSTA സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ R അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ HSSTA സംസ്ഥാന ട്രഷറർ M റിയാസ്, FHSTA കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചെയർമാൻ CK അഷറഫ്, വൈസ് ചെയർമാൻ സെബാസ്റ്റ്യൻ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മുസ്ലിം ജമാഅത്തും മർക്കസും ചേർന്ന് രാജ്യാന്തര മിലാദ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിലെ വിശ്വാസികൾ പങ്കെടുത്തു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മിലാദ് സമ്മേളനം നടന്നത്. 100ഓളം ദഫ് സംഘങ്ങൾ അണിനിരന്ന ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മനുഷ്യാവകാശങ്ങളെ പാടെ നിഷേധിച്ച് സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ നടപടിയിൽ സമ്മേളനം പ്രതിഷേധിച്ചു. ബഹ്റൈൻ സുപ്രീം കോടതി മുൻ അധ്യക്ഷൻ ഹമദ് ബിൻ സാമി അൽ ദോസരി ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക ഉപദേഷ്ടാവ് ഷെയ്ഖ് അബ്ദുള്ള മഅ്തൂബ് മുഖ്യാതിഥിയായി. മർക്കസ് പ്രസിഡന്റ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പലസ്തീന് പുറമെ ലബനൻ അതിർത്തി കടന്ന് നിരപരാധികളായ സിവിലിയന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ നീതീകരിക്കാനാവാത്തതാണെന്ന് മദ്ഹൂറസുൽ പ്രഭാഷണം നടത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സമാധാനത്തിനായി ലോക നേതാക്കൾ ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ യൂസഫ് അബ്ദുൽ ഗഫൂർ അൽ അബ്ബാസി, നബീൽ ഹമദ് ഈസ മുഹമ്മദ് അൽ ഔൻ, ഷെയ്ഖ് അദ്നാൻ അബ്ദുള്ള ഹുസൈൻ അൽ ഗത്താൻ, അലി മസൂദ് അൽ കബാദി എന്നിവർ പങ്കെടുത്തു. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുക്കാരി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി തുടങ്ങിയവർ പ്രസംഗിച്ചു. അറബ് ഗായക സംഘമായ അൽ മാലിക് ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മൗലീദ് അപൂർവ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവോര കച്ചവടം നടത്തുന്ന കത്തലാട്ട് പ്രകാശന്റെ 25 ചിത്രങ്ങൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെയും ഫാസിസത്തെയും ചോദ്യം ചെയ്യുന്ന ചിത്രങ്ങൾ ആസ്വാദക മനസ്സുകളിൽ ഇടം നേടി. തെരുവോരത്ത് കച്ചവടത്തിനിരിക്കുമ്പോഴും പ്രകാശന്റെ മനസ്സിൽ വർണ്ണങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. ഫാസിസത്തിനെതിരെയും ചൂഷണത്തിനെതിരെയും മുതലാളിത്തത്തിനെതിരെയും എല്ലാം വിരൽ ചൂണ്ടുന്ന തീക്ഷ്ണമായ വർണ്ണങ്ങൾ. കോവിഡ് നാളുകളിലാണ് ആദ്യമായി വർണ്ണങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തിയത്. പതിയെ ആ താല്പര്യം വളർന്നു. നിറങ്ങളറിഞ്ഞ ആ ചിന്തകളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലെ ചിന്തകൾ 2024 പ്രദർശനം. ചെറുപ്പത്തിലെ തന്റെ ചിന്തകൾ ജീവസുറ്റ ചിത്രങ്ങളായി കടലാസിൽ പകർത്താൻ മിടുക്കനായിരുന്നു നല്ലളം സ്വദേശി കത്തലാട്ട് പ്രകാശൻ. നല്ലളം മൊയ്തീൻ പള്ളിക്കടുത്ത് തെരുവ് കച്ചവടം നടത്തുന്ന പ്രകാശൻ ഒഴിവു സമയങ്ങളിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെയും ഫാസിസത്തെയും ചോദ്യം ചെയ്യുന്ന 25 അക്രിലിക് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ വരുന്ന ചിന്തകളിൽ നിന്നാണ് കൂടുതൽ ചിത്രങ്ങളും വരയ്ക്കാറ്. ഇന്നത്തെ ഇന്ത്യയിലെ കലുഷിതമായ അന്തരീക്ഷത്തിനെതിരെയാണ് ചിത്രങ്ങളിലൂടെ ഞാൻ പോരാടുന്നത്, പ്രകാശൻ പറഞ്ഞു. ചിത്രകല ശാസ്ത്രീയപരമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പം അതിന് മുന്നേ ഈ വാട്ടർ കളറിലൊക്കെ കേരളോത്സവം അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പരിജ്ഞാനമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഇത് വലിയ ഒരു രീതിയിലേക്ക്, കാരണം ഞാനൊരിക്കലും സ്വപ്നം കാണാത്തൊരു സംഭവമാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പുരോഗമന കലാസാഹിത്യ സംഘം നല്ലളം യൂണിറ്റ് പ്രസിഡന്റാണ് പ്രകാശൻ. പ്രദർശനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. VKC മുഹമ്മദ് കോയ അധ്യക്ഷനായി. പ്രദർശനം വ്യാഴാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ചു. ഒക്ടോബർ 2 വരെ നടക്കുന്ന ദ്വൈവാരാചരണ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം നടന്നത്. സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനും കാലിക്കറ്റ് സർവകലാശാല കോഴിക്കോട് ജില്ലാ NSSഉം സംയുക്തമായി സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ നീളുന്ന സ്വച്ഛതാ ഹി സേവ ദ്വൈവാരാചരണ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ്, ഫാറൂഖ് കോളേജ്, റൗളത്തുൽ ഉലൂം അറബിക് കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ് മീൻചന്ത, ഭവൻസ് രാമകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നീ കോളേജുകളിലെ NSS വളണ്ടിയർമാർ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്റ്റേഷൻ സൂപ്രണ്ട് മനോജ് GS, കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഷിഹാബ് NA, സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ T മുഹമ്മദ് സലീം, ജില്ലാ കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ്, ആമിന K എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു പ്രക്രിയ അല്ല. വെറുതെ കുറേ അറിവ് സമ്പാദിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഗ്രാജുവേറ്റ് ചെയ്തു പോകുന്നതിനപ്പുറത്തേക്ക് ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസം ഉയരുമ്പോഴാണ് അത് അർത്ഥവത്തായി മാറുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ഈ ജീവിതായോധന പ്രക്രിയ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾ അവിടെ പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പങ്കുവെച്ച്, പരസ്പരം സപ്പോർട്ടിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇതര ക്യാമ്പസുകളെ വിദ്യാർത്ഥികളെ കൂടി ചേർത്ത് നിർത്തി നമുക്ക് പരസ്പരം സംവദിക്കാനും കൂടിച്ചേരാനും ആശയങ്ങൾ പങ്കുവെക്കാനുള്ളൊരു അവസരം ഉണ്ടാവുക എന്നുള്ളത് തന്നെ
എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അബ്ദുൽ കലാം ആസാദ്, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വാഹിദ ബീഗം, നവാസ് അൻസാരി, ഡോക്ടർ അബ്ദുൽ റിയാസ് കെ, രമ്യ കൃഷ്ണൻ AV എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും സിനിമാ മേഖലയെ വ്യവസായമായി അംഗീകരിക്കണമെന്നും മലയാള ചലച്ചിത്ര കാണികൾ. സിനിമാ മേഖലയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനം നയരൂപീകരണ യോഗത്തിൽ സമർപ്പിച്ചു. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഗ്യാലപ്പോളിലൂടെ തിരഞ്ഞെടുക്കുക, മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക, നടീനടന്മാർക്കും യൂണിറ്റ് അംഗങ്ങൾക്കും വേതന തൊഴിൽ കരാറുകൾ ഉണ്ടാക്കുക, സെറ്റുകളിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗം നിരോധിക്കുക, എല്ലാവർക്കും ഒരേ ഭക്ഷണം നൽകുക, പ്രാഥമിക കർമ്മങ്ങൾക്ക് സൗകര്യം ഉറപ്പുവരുത്തുക ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന തയ്യാറാക്കിയ 17 പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം ചലച്ചിത്ര നയരൂപീകരണ യോഗത്തിൽ സമർപ്പിച്ചു. മക്കൾ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി, സെക്രട്ടറിമാരായ PA അജയൻ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ ചേർന്നാണ് സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചെയർമാൻ ഷാജി N. കരുണിന് നിവേദനം സമർപ്പിച്ചത്. പ്രതീക്ഷയിലപ്പുറമുള്ള സംതൃപ്തിയാണ് യോഗം കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. വളരെ അടുക്കും ചിട്ടയും കൂടി വേണ്ടത്ര ഹോംവർക്ക് ചെയ്ത ആ യോഗത്തിൽ സിനിമാ മേഖലയിലെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് അതിൽ പങ്കെടുത്ത എല്ലാവരും ലഭിച്ചത്. സമിതി അംഗങ്ങളായ ചലച്ചിത്ര നിർമ്മാതാവ് സന്തോഷ് T. കുരുവിള, G. വിദ്യ, D. സതീഷ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. നിരവധി പേർക്ക് നേരിട്ടും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിനോദ നികുതി ഉൾപ്പെടെ വലിയ വരുമാനം നൽകുന്ന സിനിമാ മേഖല ഐക്യത്തോടെയും സഹകരണത്തോടെയും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിയും പ്രവർത്തിക്കുവാൻ മക്കൾ സംഘടനയുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും യോഗത്തിൽ ഭാരവാഹികൾ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രൊവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രമാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് 2024 ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. ഡിസ്ട്രിക്ട് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MC ബൈജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മിൻഷ AC പതാക ഉയർത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ പൂർണിമ AC, റിസ ആമിന, മദർ PTA പ്രസിഡന്റ് മാഗി, വിദ്യാർത്ഥികളായ നിയ മറിയം, ഹൈന, ഖദീജ തുടങ്ങിയവരും സംസാരിച്ചു. റിസ ഹൈദരാബാദ് വെച്ച് നടന്ന നാഷണൽ അമേച്ചർ തൈക്കോണ്ടോ വിന്നറാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ലുലു മാൾ തുറന്നതുമൂലമുണ്ടായ മിനി ബൈപ്പാസിലെ വാഹന തിരക്ക് നിയന്ത്രിക്കാൻ നടപടികൾ ആവശ്യപ്പെട്ട് ലോക് ജനശക്തി പാർട്ടി നിൽപ്പു സമരം നടത്തി. മാങ്കാവിൽ ഉടൻ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നും പ്രതിഷേധിച്ച നേതാക്കൾ ആവശ്യപ്പെട്ടു. മാങ്കാവിൽ വർഷങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാതെ ലുലു മാൾ തുറന്നുകൊടുത്തതിനാൽ മിനി ബൈപ്പാസിൽ തിരുവണ്ണൂർ കല്ലിട്ടനട വരെയും നാഷണൽ ഹൈവേയിൽ പാളയം മുതൽ കല്ലായി വരെയും ട്രാഫിക് ബ്ലോക്കാണ്. വിംസിലേക്കും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും അടക്കമുള്ള രോഗികളും ശ്മശാനത്തിലേക്ക് വരുന്നവരും യാത്രക്കാരും ബുദ്ധിമുട്ടുകയാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിനെതിരെ ലുലു മാളിന് മുൻപിൽ നടത്തിയ നിൽപ്പ് സമരം പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ബിജു മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. മാങ്കാവിൽ മേൽപ്പാലം അടിയന്തരമായി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് നിയാസ് വൈദ്യരകം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി ലുലു മാൾ നിർമ്മാണം തുടങ്ങിയിട്ടും അടിസ്ഥാന സൗകര്യമൊരുക്കാൻ തയ്യാറാവാതെ പുറംതിരിഞ്ഞു നിന്ന കോർപ്പറേഷൻ അധികാരികളാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച ജില്ലാ പ്രസിഡന്റ് കാളക്കണ്ടി അരുൺകുമാർ പറഞ്ഞു. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജഗദീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീന ഷെറിൻ, എലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷിബു, സൗത്ത് മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ, ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ പരിപാടികളോടെ സേവക് പുതിയറയുടെ ഓണാഘോഷം. ആദരിക്കലും വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയും പൂക്കളവും ഓണസദ്യയും കലാപ്രകടനങ്ങളും ഓണാഘോഷത്തെ അവിസ്മരണീയമാക്കി. സേവക് പുതിയറയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയും സംഘടിപ്പിച്ചു. പറയഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂളുകളിൽ നിന്ന് SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കൂടാതെ സംഘടനാ അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയവരെയും ഉപഹാരം നൽകി സ്വീകരിച്ചു. കവി പൂനൂർ കരുണാകരൻ ഓണാശംസകൾ നൽകി. എന്തുകൊണ്ടാണ് എനിക്കുള്ളതൊക്കെ നിനക്ക് എന്ന മഹത്തായ സംസ്കാരത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ ഉണരുന്നത്? ആ ഉണർത്തലാണ് ഓണം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? അതിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ സന്ദേശം ഓണത്തിൻ്റെതാണ്. എന്നും എന്നാത്മാവിൽ നീയല്ലോ, അന്യമായി കാണുവാൻ വയ്യല്ലോ. ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ ചെയർമാൻ P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയും കലാപരിപാടികളും അരങ്ങേറി. മുരളീധരൻ പറയഞ്ചേരി, സുരേഷ് ബാബു, കൗൺസിലർ റേനിഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സേവക് പ്രസിഡന്റ് KV ചിത്രേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സജി സ്വാഗതവും ഷേർലി പ്രമോദ് നന്ദിയും പറഞ്ഞു. മോഹനൻ, സന്തോഷ് കുമാർ, രത്നകുമാർ, പ്രമീള, സ്മിത ജയരാജ്, ബാബു, ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഭരണസ്തംഭനമാണെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും VD സതീശൻ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരള മുസ്ലിം ജമാഅത്തും മർക്കസും ചേർന്ന് നടത്തിയ രാജ്യാന്തര മിലാദ് കോൺഫറൻസ് കോഴിക്കോട്ട്. സ്കൂൾ ഏകീകരണത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.